മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, വേദനിക്കും എന്നറിഞ്ഞിട്ടും വേദനിപ്പിക്കുന്നവർ നിങ്ങളെ സ്നേഹിക്കുകയല്ല, മറിച്ച് നിങ്ങളെ ഉപയോഗിക്കുകയാണെന്ന് മനസ്സിലാക്കുക. മനസ്സ് തുറന്ന് സംസാരിക്കുന്നവരുടെ ഉള്ളിൽ കള്ളമുണ്ടാവില്ല. അതുപോലെ അവർക്ക് ആരുടെ മുന്നിലും ഒരു വിലയുമുണ്ടാകില്ല. ഇങ്ങനെ ആത്മാർത്ഥത കൂടിപ്പോയവരാണ് ജീവിതത്തിൽ എന്നും ഒറ്റപ്പെട്ടു പോയത്. ഭക്തരെ, തള്ളിപ്പറഞ്ഞവരും തള്ളിക്കളഞ്ഞവരും തിരികെ വിളിക്കുന്ന ഒരു സമയം വരും. അതുവരെ കാത്തിരിക്കുക. താഴരുത്, ഓർക്കുക. താഴും തോറും നിങ്ങളെ ചവിട്ടിത്താഴ്ത്താൻ ഒരുപാട് പേർ കാണും. നിങ്ങൾ സത്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ഒന്നും തന്നെ ഓർത്തു വെക്കേണ്ടതില്ല. ക്ഷമിക്കാനുള്ള ശക്തി മനസ്സിനുണ്ടെങ്കിൽ അതിനൊപ്പം സഹിക്കാനുള്ള കഴിവും ഉണ്ടായിരിക്കും. പക്ഷേ അത് സ്നേഹിച്ചവർക്ക് വേണ്ടി ആയിരിക്കണം, അല്ലാതെ നിങ്ങളെ വേണ്ടാത്തവർക്ക് വേണ്ടി ആകരുത്. ഭക്തരെ, ദയ എന്നത് സത്യത്തേക്കാൾ പ്രധാനമാണ്. ബുദ്ധിപൂർവം സംസാരിക്കുന്നവനേക്കാൾ ദയാപൂർവം കേൾക്കുന്നവൻ വലിയവനാണ്. നിങ്ങൾ എന്ത് ചെയ്താലും അത് നല്ലതോ ചീത്തയോ ആയിക്കൊള്ളട്ടെ, ആളുകൾക്ക് നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും മോശം പറയാൻ ഉണ്ടാകും. അതിനാൽ മറ്റുള്ളവർ എന്ത് കരുതും എന്ന് ചിന്തിച്ച് ജീവിക്കാതിരിക്കുക. ചില അനുഭവങ്ങൾ ചില സമയത്ത് നിങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുമെങ്കിലും ആ വേദന നിങ്ങൾക്ക് നൽകുന്നത് ജീവിതത്തിലെ വലിയൊരു പാഠമായിരിക്കും. ചിലതൊക്കെ അവസാനിപ്പിക്കാനുള്ള തൻ്റെ ഇടം കാണിക്കുന്നിടത്താണ് ജീവിതത്തിൽ പുതിയ തുടക്കങ്ങൾ ഉണ്ടാകുന്നത്. ഭക്തരെ, ജീവിതത്തിൽ ഒരു മനുഷ്യൻ പോരാളിയായി മാറുന്നത് ഒന്ന് കാലിടറി വീഴുമ്പോൾ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ആരുമില്ല എന്ന സത്യം തിരിച്ചറിയുമ്പോഴാണ്. നിങ്ങൾക്ക് വില നോക്കാതെ എന്തെങ്കിലും സാധനം വാങ്ങണമെങ്കിൽ നിങ്ങൾ സമയം നോക്കാതെ നിങ്ങളുടെ ജോലി ചെയ്യണം. ഭക്തരെ, ഒരാൾക്ക് നിങ്ങളുടെ വേദനകളും വിഷമങ്ങളും മനസ്സിലാക്കണമെങ്കിൽ അയാളുടെ മനസ്സിൽ നിങ്ങൾക്കൊരു സ്ഥാനം വേണം. അല്ലെങ്കിൽ അയാൾക്ക് നിങ്ങളുടെ കണ്ണുനീരിനോട് പച്ചവെള്ളത്തിനോടുണ്ടാകുന്ന വില മാത്രമേ ഉണ്ടാകൂ. നിങ്ങൾ ഓടുന്നത് നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ടിയാകണം, മറ്റുള്ളവരെ തോൽപ്പിക്കാൻ വേണ്ടിയാകരുത്. എത്ര തിരിച്ചടികൾ ഉണ്ടായാലും നല്ല മനുഷ്യർക്ക് ജീവിതത്തിൽ ഒരിക്കലും അഭിനയിക്കാനോ മറ്റുള്ളവരെ സഹായിക്കാതിരിക്കാനോ സാധിക്കില്ല. നിങ്ങൾക്കുള്ളതിനെക്കുറിച്ച് അഹങ്കരിക്കുകയും മറ്റുള്ളവർക്ക് ഉള്ളതിനെക്കുറിച്ച് അസൂയപ്പെടുകയും ചെയ്യുന്നത് മൂലം നശിക്കുന്നത് നിങ്ങളുടെ തന്നെ മനസ്സമാധാനമാണ്. ഭക്തരെ, നിങ്ങൾക്കു വേണ്ടി നിങ്ങൾ ആരെയും മാറ്റരുത്. മറ്റാർക്കു വേണ്ടിയും നിങ്ങളും മാറരുത്. നിങ്ങളുടെ രഹസ്യങ്ങൾ മറ്റാരുമായും ഒരിക്കലും പങ്കിടരുത്. കാരണം നിങ്ങൾക്കത് സൂക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒട്ടും കഴിയില്ല. ഭക്തരെ, നിങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കാത്ത പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്ന വിശ്വാസം നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഊർജം നൽകും. മറ്റൊരാളെ എപ്പോഴും നിങ്ങൾക്ക് സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. മാത്രമല്ല, നിങ്ങൾ എപ്പോഴെങ്കിലും സന്തോഷിക്കുന്നുണ്ടോ എന്ന് മറ്റൊരാളും അന്വേഷിക്കുകയുമില്ല. സന്തോഷം സ്വയം കണ്ടെത്തണം, അല്ലാതെ ആരും കണ്ടെത്തി തരില്ല. മനുഷ്യൻ്റെ മനസ്സ് അങ്ങനെയാണ്. സന്തോഷിക്കാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിട്ടും സങ്കടങ്ങൾ മാത്രം തേടിപ്പിടിച്ച് ഓർത്തുകൊണ്ടിരിക്കും. നിങ്ങളുടെ പുരോഗതിയെ മറ്റുള്ളവരുടേതുമായി താരതമ്യം ചെയ്യരുത്. നമുക്കെല്ലാവർക്കും സ്വന്തം ദൂരം സഞ്ചരിക്കാൻ സ്വന്തം സമയം ആവശ്യമാണ്. മനസ്സിന് ഭാരം കൂടുന്നതെന്തും ഉപേക്ഷിക്കണം. അതെന്തും ആയിക്കൊള്ളട്ടെ, വിട്ടുകളയുക. നിങ്ങൾ ജീവിക്കുന്നത് സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയാണ്, ഉരുകി ഉരുകി തീരാനല്ല. ഭക്തരെ, ആഗ്രഹങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരെക്കാൾ
അധികം മനുഷ്യരും ആർക്കൊക്കെയോ വേണ്ടി ജീവിക്കുന്നവരാണ്. ഒരാൾ മിണ്ടാതിരിക്കുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന വിഷമം എത്രത്തോളമുണ്ട്, അതായിരിക്കും നിങ്ങൾക്ക് അയാളോടുള്ള സ്നേഹത്തിൻ്റെ ആഴം. നിങ്ങൾ ഒരാളെ സത്യസന്ധമായി സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ എന്തൊക്കെ അപരാധങ്ങൾ നിങ്ങളോട് കാണിച്ചാലും അയാളോടുള്ള സ്നേഹം പൂർണ്ണമായും ഇല്ലാതാകില്ല. ഓരോ മനുഷ്യഹൃദയത്തിലും വേദനകളുണ്ട്. അത് പ്രകടിപ്പിക്കുന്ന രീതികൾ മാത്രമാണ് വ്യത്യസ്തം. ആരോടും ഒരു പരിധിയിൽ കൂടുതൽ അടുക്കാതിരിക്കുക. ഒരിക്കലും ഒരാളെ പൂർണ്ണമായി മനസ്സിലാക്കിയെന്ന് ധരിക്കരുത്. അളവിൽ കൂടുതൽ കൊടുക്കുന്ന ഒന്നിനും ഒരു വിലയുമുണ്ടാകില്ല. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.